ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്ണറുടെ അതേപോലെ തന്നെ നമ്മളും നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറോട് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് കേട്ടതോടുകൂടി അങ്ങനെ വിട്ട് കളയരുത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്, നിങ്ങളുടെ ജീവിതമാണ്. അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും ആഗ്രഹം ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ആവശ്യവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാനും അതേപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ പാർട്ട്ണറോട് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ എന്തെങ്കിലുമൊക്കെ ഒരു ശീലം അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ കളിയാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ചിലപ്പോൾ തമാശയ്ക്ക് എന്നൊക്കെ ഉള്ള ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കുക. പക്ഷേ നമ്മുടെ പാർട്ട്ണർക്ക് ആ രീതിയിൽ അത് എടുക്കാൻ പറ്റണമെന്നില്ല. അവർക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാം. ഇപ്പോൾ പൊതുവേ പുരുഷന്മാരുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കുറച്ച് പേരുടെ മുമ്പിൽ വെച്ച് അവരെ ഹേർട്ട് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. നേരെ മറിച്ച് ഇപ്പോൾ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണ്, അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവരുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കളിയാക്കുകയോ നെഗറ്റീവായിട്ട് പറയുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, അവരെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര സന്തോഷമാവുന്നൊരു കാര്യമാണ്. നേരെ തിരിച്ചാണ്, നമ്മളാണ് കളിയാക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ. കുറച്ച് ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മൾ കളിയാക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമുക്ക് അവരോടായിരിക്കും പിന്നെ ഏറ്റവും വലിയ ദേഷ്യം ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് ഇവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ശീലമോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യമോ പറഞ്ഞിട്ട് അവരെ കളിയാക്കാതിരിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് വന്നിട്ട് അവരുടെ എന്തെങ്കിലും ആഗ്രഹമോ ലക്ഷ്യമോ പറയുകയാണ് എന്നിരിക്കാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ഒരു കാര്യത്തെ കേട്ടില്ല എന്ന് നടിക്കരുത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് അതിനെ തള്ളിക്കളയരുത് എന്നുള്ളതാണ്. പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ചിരിച്ചു തള്ളുക എന്നുള്ളത്. പറഞ്ഞു കഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് വിട്ടുകളയും. കാരണം നമ്മൾ ഈ ഒരു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവാം നടക്കും ഇതോ കുറെ കേട്ടതാണ്, ഇങ്ങനെയുള്ള ചിന്തയായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അവരങ്ങനെ ഒരു കാര്യം നിങ്ങളോട് വന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ. ചുമ്മാ ഒരു കാര്യം വന്ന് പറയണ്ടാവില്ല. അതും ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ തീവ്രമായ ആഗ്രഹമാണെന്നുള്ളത് മനസ്സിലാക്കുക. അത്രയും അത് നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ വേണ്ടത് ഒരു സപ്പോർട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കേണ്ടാവുക അല്ലെങ്കിൽ പറയുന്നുണ്ടാവുക, എനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുണ്ട്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ആഗ്രഹം, ഇതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അവരുടെ ആഗ്രഹത്തിൻ്റെ തീവ്രത അത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. നിങ്ങളുടെ പാർട്ട്ണറുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ മറ്റാര് മനസ്സിലാക്കാനാണ്? അത് നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അവരത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹമോ ലക്ഷ്യമോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് എന്നൊക്കെ വന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും ചിരിച്ചു തള്ളരുത്. സീരിയസ് ആയിട്ട് എടുക്കുക. ദെൻ അതിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓവറായിട്ട് ഒരുപാട് അങ്ങോട്ട് വഴക്കിടാതിരിക്കുക. ഇപ്പം വഴക്കെന്നൊക്കെ പറയുമ്പോൾ സർവ്വസാധാരണമാണ്. എല്ലാവർക്കിടയിലും ഈ വഴക്കും കാര്യങ്ങളൊക്കെ വരാം. അതൊക്കെ നമുക്ക് ഓക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഓവറായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണറോട് ദേഷ്യപ്പെടുക, ചൂടാവുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ചിലർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല. കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് എറിയുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തല്ലുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് ദേഷ്യം അത്ര കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് അതൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്ത് ആലോചിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നുണ്ട്, വിഷമാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും ഞാൻ കുഞ്ഞതായിട്ടല്ലേ ദേഷ്യപ്പെട്ടുള്ളൂ, അതിനിപ്പോൾ ഇത്ര വലിയ കാര്യം ഉണ്ടോ എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണർക്ക് ചിലപ്പോൾ അത് വലിയ രീതിയിലുള്ള ദേഷ്യമായിരിക്കും. കാരണം ആൾക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ ആരും അവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല, ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത്, അതായത് കുഞ്ഞ് ദേഷ്യമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും നിങ്ങളോട് സ്നേഹം തോന്നില്ല, വെറുപ്പാണ് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വെറുപ്പോ ദേഷ്യം തോന്നാൻ പാകത്തിനുള്ളതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, വഴക്കുകളും ദേഷ്യവും ഒക്കെ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകും. പക്ഷേ അതൊരു പരിധിയിൽ കവിഞ്ഞ് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാടൊക്കെ ദേഷ്യപ്പെടുന്നത് വളരെ മോശമാണ്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അതൊരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നന്നാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, പാർട്ട്ണറെ എല്ലാ കാര്യത്തിനും കൺട്രോൾ ചെയ്യുക, നിയന്ത്രിച്ച് നിർത്തുക. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇതിനപ്പുറത്തേക്ക് പോകരുത്, എന്നോട് ചോദിക്കാതെ വീടിൻ്റെ പുറത്തിറങ്ങരുത്, ആ ഡ്രസ്സ് ഇടരുത്,
ഇതൊക്കെ വളരെ മോശമല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങളോടാണ് ഇങ്ങനെ ഒരാൾ പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുമോ? അതായത് നമുക്ക് എന്താ ഫീൽ ചെയ്യുക, നമ്മളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മളെങ്ങനെ അടച്ചു വെച്ചിരിക്കുകയെന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പം നമ്മളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയും കാലും കെട്ടിയിട്ട പോലെ ഒരു ഫീലാണ് നമുക്ക് വരുന്നുണ്ടാവുക. കെട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ അങ്ങനെ ഒരു ഫീൽ നമുക്ക് വരും. അങ്ങനെ കെട്ടിയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ശരിക്കും നമ്മുടെ ശരീരത്തിൽ പോലും അനുഭവപ്പെടുന്നുണ്ടാവുക. മനസ്സുകൊണ്ടും അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരാളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരാ നിയന്ത്രണം എല്ലാം പൊട്ടിച്ച്, നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന ചങ്ങലയൊക്കെ പൊട്ടിച്ച ഒരു ദിവസം പുറത്തേക്ക് വരും. അങ്ങനെ പുറത്ത് വരുന്ന സമയത്ത് വളരെ എന്താ പറയുക, അതിഗംഭീരമായ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. അതായത് ആർഭാടത്തോടെ വരിക എന്നുള്ളതൊന്നല്ല കേട്ടോ. പക്ഷെ പിന്നീട് ഒരിക്കലും നമുക്ക് അവരെ പിടിച്ചു കെട്ടാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവർ വരുന്നുണ്ടാവുക. അപ്പോൾ അവരെ ബന്ധം വിട്ട് വരെ പുറത്തേക്ക് പോകാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും അവരെ ബന്ധത്തിലേക്ക് കൂട്ടിയോജിപ്പിക്കാൻ കൊണ്ടുവരാൻ നമുക്ക് പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നിയന്ത്രിക്കാതിരിക്കുക. നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് പറയാം. നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ ഇതേ ചെയ്യാവൂ എന്നുള്ളത് നമ്മൾ പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് അവർക്ക് ഇഷ്ടപ്പെടില്ല, നമുക്കാണെങ്കിലും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. പാടില്ലാത്ത കാര്യമാണ്, ഇങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും ഇങ്ങനെ അവരോട് പെരുമാറരുത്. നിങ്ങൾക്ക് ആ ബന്ധം വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല ആളുകളിലും പല രീതിയിലുമുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ റിലേഷൻഷിപ്പിൽ, മീൻസ് അവർക്കൊരു ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ബന്ധം പോകും എന്നുള്ള ഒരു ഉറപ്പുണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പെരുമാറ്റം കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതിൽ നിൽക്കാൻ പറ്റണം എന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വഭാവങ്ങൾ എങ്ങനെയോ ആയിക്കോട്ടെ, നമുക്കത് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചെറിയ രീതിയിലെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റും. അങ്ങനെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്താനായിട്ട് തയ്യാറാവുക. അതാവും നിങ്ങളുടെ ബന്ധത്തിന് ഏറ്റവും നല്ലതായിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങൾ പെരുമാറരുത്. പെരുമാറിയാൽ നിങ്ങൾക്ക് ആ ബന്ധം എത്രയും പെട്ടെന്ന് തന്നെ നഷ്ടമാവും എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഞാനീ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഈ രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് താറുമാറായിട്ടുണ്ടാവാം. അതായത് ഇപ്പോൾ പോകുമോ പോവില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്